നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഹിന്ദുവിന്റെ ജന്മഭൂമിയും പുണ്യഭൂമിയും ധർമ്മഭൂമിയുമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളൊക്കെയും ആധാരമാക്കിയിട്ടുള്ളതാകട്ടെ നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളായ വേദങ്ങളും ഉപനിഷത്തുകളുമാണ്. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സത്ത സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത. നമ്മുടെ കുട്ടികൾ ഗീതയും സമാനമായ വിശിഷ്ട ഗ്രന്ഥങ്ങളും പഠിച്ചു വളരാത്തതിന്റെ എല്ലാ കുറവുകളും ഹിന്ദു സമൂഹം ഇന്ന് അനുഭവിക്കുന്നുമുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായി വന്നതല്ല. ഗീതയ്ക്കും ഹിന്ദു ആചാരങ്ങൾക്കും എതിരെ ബോധപൂർവമായ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ നിരാകരണങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ്. അത്തരത്തിലുള്ള നടപടികളുടെ കൃത്യമായ ഒരു ഉദാഹരണം വന്നിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഒരു മിഷണറി സ്കൂളിൽ നിന്നും. മധ്യപ്രദേശിലെ ഗുണയിൽ അസംബ്ലിയിൽ ഗീതാ ശ്ലോകങ്ങൾ ചൊല്ലിയ വിദ്യാർത്ഥിയിൽ നിന്ന് മൈക്ക് തട്ടിയെടുത്ത് സ്കൂൾ പ്രിൻസിപ്പൽ എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് ബന്ധുക്കളുടെ പരാതിയിൽ മിഷണറി സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ പോലീസ് കേസെടുത്തു. വന്ദന കോൺവെന്റ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇംഗ്ലീഷിൽ കവിത ചൊല്ലുന്നതിന് പകരം സംസ്കൃതത്തിൽ ഗീതാ ശ്ലോകങ്ങൾ ചൊല്ലുകയായിരുന്നു വിദ്യാർത്ഥി. ഇതോടുകൂടി പ്രിൻസിപ്പൽ സിസ്റ്റർ കാതറിൻ തട്ടിക്കയറുകയും വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകളും മതസംഘടനകളും ഇതിൽ ഇടപെട്ടതോടെ വിവാദം രൂക്ഷമായി. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVP-യുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ വന്ദന കോൺവെന്റ് സ്കൂൾ വളയുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാർ സ്കൂൾ ഗേറ്റിന് പുറത്തിരുന്ന് ഭജന പാടി മുദ്രാവാക്യം വിളിച്ചു. ഇതേ തുടർന്ന് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെ അധികൃതർ വിന്യസിച്ചു. ഇതേ തുടർന്ന് മൈക്ക് തട്ടിപ്പറിച്ച സംഭവത്തിൽ വന്ദന കോൺവെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ കാതറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ABVP ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ സിറ്റി കോട്ട്വാലിയിലെ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ കാതറിനെതിരെ മതവികാരം വ്രണപ്പെടുത്തിയതിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇംഗ്ലീഷ് കവിത ചൊല്ലുന്നതിന് പകരം ഗീതാ ശ്ലോകങ്ങൾ ചൊല്ലിയത് അനുസരണക്കേടല്ലേ എന്ന് സ്വാഭാവികമായി ആരും സംശയം പ്രകടിപ്പിച്ചേക്കാം. എന്നാൽ അതൊരു അക്ഷന്തവ്യമായ തെറ്റല്ല. കൂടാതെ ഈ നാടിന്റെ പരമപ്രധാനമായ ഗ്രന്ഥത്തിൽ നിന്നും ചില വരികൾ ചൊല്ലുന്നത് ആ സാഹചര്യത്തിൽ സ്കൂൾ നിയമപ്രകാരം തെറ്റാണെങ്കിൽ കൂടെ അർഹിക്കുന്ന ആദരവോടുകൂടി അത് കേട്ടതിന് ശേഷം മാത്രമേ കുട്ടിയോട് സംസാരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഗീതയുടെ സ്ഥാനത്ത് അവരുടെ മതഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത വരികളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ആ കുട്ടിയോട് കാണിക്കുമായിരുന്ന സ്നേഹവും ഇപ്പോൾ കാണിച്ച അസഹിഷ്ണുതയും ചേർത്ത് വായിച്ചാൽ മാത്രമേ നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മുടെ ധർമ്മഭൂമിയിൽ പുണ്യഭൂമിയിൽ ചിലരൊക്കെ നമ്മെ അവജ്ഞയോടെയാണ് കാണുന്നത് എന്ന് മനസ്സിലാവും. ആ തിരിച്ചറിവ് വരാൻ ഇത്തരം ചില സന്ദർഭങ്ങൾ വഴിയുണ്ടാക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.